ഇനി നമ്മൾ നിയമസഭയിലേക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ റോജി എം ജോൺ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. ചെയ്യാതെ കയ്യും കെട്ടി ഇരുന്നിട്ട് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ മറ്റ് വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണെന്ന്. ഇവിടെ കടമെടുപ്പിന്റെ കാര്യം പറഞ്ഞു, കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഈ നിയമസഭയിൽ കേരളത്തിന്റെ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ വാദമുഖങ്ങൾ ശരിയായിരുന്നുവെന്ന് CAG അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ അത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ കടമെടുപ്പിന്റെ പരിധി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ എൻ്റെ കണക്കുകളുണ്ട്. കടമെടുപ്പ് പരിധി ഏറ്റവും കൂടുതൽ കടം വരുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്ക് നമ്മളെല്ലാം കയ്യിലുണ്ട്. FRBM ആക്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണിത്. ഇതനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കടമെടുപ്പ് നിയന്ത്രിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്